അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ 62 ആയത്ത് വരെ സൂറത്തുർ റഹ്മാൻ തജ്വീദ് സഹിതം ഓതി മനസ്സിലാക്കി പഠിച്ചു അല്ലേ? ഇൻഷാ അല്ലാഹ് നമുക്ക് 63ാമത്തെ ആയത്ത് മുതൽ ഒന്ന് ഓതി നോക്കാം കേട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. 64ാമത്തെ ആയത്ത് മുദ്ഹാമ്മതാൻ. 64ാമത്തെ ആയത്തിന്റെ തജ്വീദ് നിയമം ഒന്ന് നോക്കാം കേട്ടോ. മുദ് ദാലിന്റെ മുകളിൽ സുക്കൂൻ ഉണ്ട് അല്ലേ? ദാലിന്റെ മുകളിൽ സുക്കൂന് വന്നാൽ നമ്മൾ അവിടെ ഫുള്ള് സുക്കൂന് കൊടുക്കണം. മുദ് ഫുൾ സുക്കൂന് കൊടുത്ത് ഓതണം കേട്ടോ. മുദ്ഹാമ്മ. ഇവിടെ മദ്ദക്ഷരത്തിന് ശേഷം സുക്കൂന് വന്നിട്ടുണ്ട്. മദ്ദക്ഷരത്തിന് ശേഷം ഇവിടെ സുക്കൂന് വന്നിട്ടുണ്ട്. നമ്മൾ മുകളിലൊക്കെ 2-3 ആയത്തുകളിൽ നമ്മൾ പഠിച്ചതാണ് ഈ നിയമം അല്ലേ? മദ്ദക്ഷരത്തിന് ശേഷം സുക്കൂന് വന്നാൽ അവിടെ 6 അനക്കം 6 അക്ഷരത്തിന്റെ അളവിൽ നമ്മൾ ദീർഘിപ്പിച്ച് ഓതി കൊടുക്കണം. ഓക്കെ, ഓതിക്കൊടുക്കൽ നിർബന്ധമാണ്, ദീർഘിപ്പിച്ചോതൽ നിർബന്ധമാണ്. 6 അനക്കം ദീർഘിപ്പിച്ചോദനം. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കാം. മ പ്ലസ് മ, ഒരു സുക്കൂനുള്ള മീമും ഒരു ഹറക്കത്തുള്ള മീമും 2 മീമും കൂടെ ചേർന്നിട്ടാണ് ഒരു ശബ്ദയുള്ള മീം ഉണ്ടാകുന്നത്. മ പ്ലസ് മ, മ. കണ്ടോ? അപ്പോൾ ശ്രദ്ധയിൽ എന്തുണ്ട്? ശ്രദ്ധയിൽ ഏത് അക്ഷരത്തിലായാലും ശ്രദ്ധയിൽ സുക്കൂൻ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ മദിന് ശേഷം സുക്കൂന് വന്നാൽ അവിടെ 6 കൗണ്ട് നീട്ടി ദീർഘിപ്പിച്ച് ഓതണം കേട്ടോ. നെക്സ്റ്റ് 65ാമത്തെ ആയത്ത്. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. 66ാമത്തെ ആയത്ത്. ഫീഹിമാ ഐനാനി നദ്ദാഖതാൻ. ഫീഹിമാ ഐനാനി നദ്ദാഖതാൻ. ഫീഹിമ, ഫഇൻ്റെ കൂടെ യാ മദ് വന്നിട്ടുണ്ട്. ഇവിടെ 2 ഹറക്കത്തെ നീട്ടിക്കൊടുക്കുക. അതുപോലെ ഫീഹിമ എന്ന് പറഞ്ഞപ്പം മീമിൻ്റെ കൂടെ അലിഫ് മദ് വന്നിട്ടുണ്ട്. അവിടെ 2 സ്ഥലത്തും 2 ഹറക്കത്ത് നീട്ടി 2 അനക്കം നീട്ടി ഓതിക്കൊടുക്കുക കേട്ടോ. ഫീഹിമ ഐനാനി. ഐൻ, ഇവിടെ അ എന്നുള്ള അക്ഷരം നമ്മുടെ തൊണ്ടയുടെ നടുഭാഗത്തു നിന്നും വരുന്ന ലെറ്ററാണ്. അതുകൊണ്ട് തന്നെ അത് പ്രത്യേകം ശ്രദ്ധിച്ച് ഓതുക കേട്ടോ. ഐനാനി. ഓക്കെ, ഐനാനി എന്ന് പറഞ്ഞപ്പോൾ നൂനിൻ്റെ കൂടെ അലിഫ് മദ് വന്നിട്ടുണ്ട്. അവിടെ 2 അനക്കം നീട്ടിക്കൊടുക്കുക കേട്ടോ. ഐനാനി നദ്ദാഖതാൻ. ദ്വാദ്. ദ്വാദ് എന്ന് പറഞ്ഞിട്ടുള്ള ലെറ്റർ ഉയർത്തി പറയേണ്ട ഒരു ലെറ്ററാണ് ദ്വാദ്. ഓക്കെ, ദ്വാദിന് ശ്രദ്ധയും വന്നിട്ടുണ്ട്, മദ്ദും വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ നദ്ദാ, കട്ടി കൂട്ടുകയും ചെയ്യുക, 2 അനക്കം നീട്ടുകയും ചെയ്യുക. ഓക്കെ, ഹ. ഹ തൊണ്ടയുടെ അക്ഷരമാണ്. ഹ തൊണ്ടയുടെ മുകൾ ഭാഗത്തു നിന്നും വരുന്ന അക്ഷരമാണ് ഹ. ശ്രദ്ധിക്കുക. നദ്ദാഖതാൻ. ഓക്കെ, അടുത്ത ആയത്ത്. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. ഇവിടെ ഈ ഒരു ഫബിഅയ്യി ആലാഇ ഈ ഒരു ആയത്ത് കുറേ തവണ വരുന്നുണ്ട് അല്ലേ സൂറത്തുർ റഹ്മാനിൽ. ഇതിൻ്റെ തജ്വീദ് നിയമം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. യന് ശ്രദ്ധയുണ്ട്, ഒന്ന് കനപ്പിക്കണം. ഫബിഅയ്യി പെട്ടെന്ന് ഓതി പോകുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. അതൊക്കെ ഗി. പിന്നെ അതുപോലെ ആ, ഇവിടെ 2 അനക്കം നീട്ടിക്കൊടുക്കണം. ഇവിടെയോ, ഇവിടെ 4 അല്ലെങ്കിൽ 5 ഹറക്കത്തിൻ്റെ അളവിൽ നമ്മൾ നീട്ടി ഓതണം. ആലാഇ. ഓക്കെ, അവിടെ 4-5 അളവിൽ നീട്ടൽ നിർബന്ധമാണ് കേട്ടോ. കാരണം ഒറ്റ പദത്തിൽ ഹംസ വന്നാൽ അവിടെ 4-5 ഹറക്കത്ത് നമ്മൾ നീട്ടി ഓതി കൊടുക്കണം. ഓക്കെ, പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം റബ്ബിക്കുമ എന്ന് നമ്മൾ ഓതരുത്. റബ്ബിക്കുമ. അവിടെ നമ്മൾ മലയാളത്തിൽ പറയുന്നത് പോലെ റബ്ബിക്കുമ എന്ന് ഓതരുത് കേട്ടോ. ശ്രദ്ധിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അടുത്ത ആയത്ത് 68ാമത്തെ ആയത്ത്. ഫീഹിമാ ഫാകിഹതും വനഖ്ലും വറുമ്മാൻ.
റഹ്മാൻ. തജ്വീദ് നിയമം ഒന്ന് നോക്കാം കേട്ടോ. ഫീഹിമ, ഫഇനെ 2 ഹറക്കത്ത് നീട്ടിക്കൊടുക്കുക. യാ മദ്ദുണ്ട് ഫഇൻ്റെ കൂടെ. അപ്പോൾ ഫീ 2 ഹറക്കത്ത് നീട്ടുക. ഫീഹിമ, മീമിൻ്റെ കൂടെ അലിഫ് മദ് വന്നിട്ടുണ്ട്, 2 ഹറക്കത്ത് നീട്ടി ഓതി കൊടുക്കുക കേട്ടോ. ഫീഹിമ. ഫ, ഇവിടെ ഫാൻ്റെ ഉള്ളിൽ ഒരു അലിഫ് ഉണ്ട് അല്ലേ, അവിടെയും 2 രണ്ടനക്കം നീട്ടിക്കൊടുക്കുക. ഫാകിഹതുൻ, ഇവിടെ നോക്കൂ, ഫാകിഹ തൻവീന് ശേഷം വാവ് വന്നിട്ടുണ്ട് അല്ലേ. ഫാകിഹത്തുൻ എന്നവിടെ നമ്മൾ ഓതില്ല, തുൻ എന്ന് ഓതാൻ പാടില്ല. കാരണം 2 ലൊമ്മായും വേറെ വേറെ സെപ്പറേറ്റാണ് വന്നിട്ടുള്ളത് അല്ലേ. തുൻ എന്ന് ഓതില്ല. ഈ തൻവീനെ വാവിലേക്ക് കൂട്ടിച്ചേർത്ത് മണിച്ച് വേണം ഓതാൻ. ഫാകിഹതുൻ വ, ഫാകിഹതുൻ വ. ഓക്കെ, വ പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ചുണ്ട് കൂർപ്പിച്ച് പിടിച്ചു വേണം പറയാൻ കേട്ടോ. വ വ. ഓക്കെ. വനഖ്ലു, നഖ്, ഖഇന് സുക്കൂൻ ഉണ്ട് അല്ലേ. ഖഇന് സുക്കൂന് വരുമ്പോൾ അവിടെ ഫുള്ള് സുക്കൂന് കൊടുക്കരുത് കേട്ടോ. വനഖ്ലു എന്ന് ഓതരുത്. വനഖ്ലു, വനഖ്, വനഖ്, ഇത്രയും മതി. വനഖ്ലു വ, ഇവിടെയും ഇതേ നിയമം തന്നെ. തൻവീന് ശേഷം വാവ് വന്നു അല്ലേ. വനഖ്ലു വ, മണിച്ച് കൂട്ടിച്ചേർത്ത് ഓതുക കേട്ടോ. നഖ്ലു വറുമ്മാൻ, വറുമ്മാൻ, മീമിൻ്റെ മുകളിൽ ശ്രദ്ധ വന്നിട്ടുണ്ട്, നന്നായിട്ട് മണിച്ചെടുക്കുക. മാത്രമല്ല മീമിൻ്റെ കൂടെ തന്നെ അലിഫ് മദ്ദും വന്നിട്ടുണ്ട്. റുമ്മാൻ, നീട്ടി ഓതി നിർത്തുക കേട്ടോ. ഓക്കെ, അടുത്ത ആയത്ത് 69ാമത്തെ ആയത്ത്. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. നെക്സ്റ്റ് 70ാമത്തെ ആയത്ത്. ഫീഹിന്ന ഖൈറാത്തുൻ ഹിസാൻ. ഫീഹിന്ന, ഫീ, ഫ കഴിഞ്ഞിട്ട് യാ മദ്ദാണ്. അപ്പോൾ ഫീ എന്ന് ഓതണം കേട്ടോ. ഫീ 2 ഹറക്കത്ത് നീട്ടി ഓതുക. ഫീഹിന്ന, നൂനിന് ശ്രദ്ധയുണ്ട്, അപ്പോൾ എന്ത് ചെയ്യണം, നൂനിനെ നന്നായിട്ട് മണിക്കണം കേട്ടോ. ഫീഹിന്ന. ഖൈറോ, ഖൈറോ, നോക്കൂ, റോൻ്റെ ഉള്ളിൽ ഒരു അലിഫ് ഉണ്ട് അല്ലേ, അവിടെ 2 രണ്ടനക്ക് നീട്ടിക്കൊടുക്കുക. ഖൈറ എന്ന് ഓതരുത്. ഖൈറോ, റോനെ ഒന്ന് കുറച്ച് ഉയർത്തി പറയണം. ഖൈറാത്തുൻ, ഖൈറാത്തുൻ. ഓക്കെ, ഖൈറാത്തു എന്ന് ഓതരുത് കേട്ടോ. ഖൈറാത്തുൻ, തുൻ. ഇവിടെ താൻ്റെ ലൊമ്മ നോക്കൂ, 2 ലൊമ്മ ഒരുമിച്ച് ചേർന്നിട്ടാണ് വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഖൈറാത്തുൻ, അവിടെ തുൻ എന്ന് വ്യക്തമായിട്ട് തന്നെ ഓതണം. തുൻ, ഈ ഒരു രൂപത്തിൽ ലൊമ്മ കാണുമ്പോൾ എന്ത് ചെയ്യണം, വ്യക്തമായിട്ട് അവിടെ തുൻ എന്ന് വ്യക്തമായി ഉച്ചരിക്കണം കേട്ടോ. ഖൈറാത്തുൻ ഹിസാൻ, ഹിസാൻ. നൂനിനെ അവിടെ നമ്മൾ നിർത്തിയിട്ട് അവിടെ സുക്കൂന് കൊടുക്കുകയാണ്. സുക്കൂന് കൊടുക്കുന്ന ആ ഒരു, പിന്നെ നമ്മൾ മുകളിലൊക്കെ പഠിച്ചതാണ്, സുക്കൂന് കൊടുക്കുന്ന ആ ഒരു സ്ഥലത്ത് നമുക്ക് 3 മുതൽ 5 ഹറക്കത്ത് വരെ നീട്ടി ഓതി നിർത്താവുന്നതാണ്. ഹിസാൻ. ഓക്കെ, ഇൻഷാ അല്ലാഹ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.